ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൽ 6ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാലാമത്തെ 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പാർട്സുകൾ മുഴുവനായിട്ടും അതിൻ്റെ ഫങ്ഷനുകളും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ 6ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ലോസുകൾ, ഏതൊക്കെ ലോസുകളുണ്ട്, അതുപോലെ തന്നെ OC ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും അതുപോലെ തന്നെ SC ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. At the end of this lesson, the trainee shall be able to ഒന്നാമതായിട്ട് state the type of losses occurred in the transformer. ട്രാൻസ്ഫോമറിൽ സംഭവിക്കുന്ന ലോസസിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണത് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ചർച്ച ചെയ്യും. പിന്നെ എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഒരു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യും. അത് എന്തിനാണെന്നും അതിൻ്റെ മെത്തേഡ് എന്താണെന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് കണ്ടക്ടിങ് ദി ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന മെത്തേഡ് അത് എന്തിനാണെന്നുള്ളതും നമ്മൾ പറയും. പിന്നെ അവസാനമായിട്ട് സ്റ്റേറ്റ് ദി റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ, അല്ലേ, ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ് പറയുക എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യം ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൽ ഏതൊക്കെ ലോസുകൾ ഉണ്ടെന്നാണ്. ഇൻപുട്ടിൽ കൊടുക്കുന്ന മുഴുവൻ പവറും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടില്ല എന്ന് നമുക്കറിയാം, അല്ലേ. കുറേ ലോസുകൾ ഉണ്ടാവും. ആ ലോസുകൾ ഏതൊക്കെയാണ് ട്രാൻസ്ഫോമറിലുള്ളതാണ് പറയണത്. ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. എന്താണ്? കറങ്ങണ ഒരു പാർട്സും ഇതിനില്ല, അല്ലേ. മോട്ടറോ ജനറേറ്ററോ ഇങ്ങനെ ആൾട്ടർനേറ്റ് എന്ത് സാധനം എടുത്താലും എന്താണ് കറങ്ങണ പാർട്സുകളുണ്ട്. എന്നാൽ ഇതൊരു സ്റ്റാറ്റിക് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ കറങ്ങണ പാർട്സുകളൊന്നും ഇല്ലാത്തതിനാൽ 2 ടൈപ്പ് ലോസസ് ആണ് ട്രാൻസ്ഫോമറിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തത് അയൺ ലോസ്, അതിനെ കോർ ലോസ് എന്നും അല്ലെങ്കിൽ നോ ലോഡ് ലോസ് എന്നൊക്കെ പേര് പറയും. രണ്ടാമത്തത് കോപ്പർ ലോസ്, അതിനെ ഓമിക് ലോസ് അല്ലെങ്കിൽ ലോഡ് ലോസ് അല്ലെ വാരിയബിൾ ലോസ് എന്നൊക്കെ പേര് പറയും. അയൺ ലോസിനെ കോൺസ്റ്റൻറ്റ് ലോസ് എന്നും പേര് പറയും. അപ്പോൾ അയൺ ലോസും കോപ്പർ ലോസുമാണ് ട്രാൻസ്ഫോമറിലുള്ള ലോസുകൾ. അത് നമുക്ക് അയൺ ലോസ് അല്ലെങ്കിൽ അതിന് നോ ലോഡ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് അല്ലെങ്കിൽ ഫിക്സഡ് ലോസ്, കോൺസ്റ്റൻറ്റ് ലോസ് എന്നൊക്കെ അതിനെ പേര് പറയും. അപ്പോൾ അയൺ ലോസ്, ദി നോ ലോഡ് ലോസസ് കൺസിസ്റ്റ് ഓഫ് 2 compound. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അയൺ ലോസിന് 2 ലോസുകൾ കൂടിയതാണ് അയൺ ലോസ് അല്ലെങ്കിൽ നോ ലോഡ് ലോസ്, കോർ ലോസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഹിസ്റ്റെറിസിസ് ലോസ് ആണ്. ഹിസ്റ്റെറിസിസ് ലോസൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്താണ്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷന് വിധേയമാക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എപ്പോഴും എന്തിന് പിറകിലായിരിക്കും? മാഗ്നറ്റൈസിങ് ഫോഴ്സിന് പിറകിലായിരിക്കും വരിക. അവർ AC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ എന്നുള്ള അത് വിധേയമാക്കുന്ന അതേ എഫക്റ്റാണ് വരിക. അപ്പോൾ അവിടെ ഒരു ലോസ് ഉണ്ടാവും, അല്ലേ. എപ്പോഴും മാഗ്നറ്റൈസിങ് ഫോഴ്സിന് പിറകിലായിട്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B വരിക എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു ലോസ് ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ആ ലോസ്, അല്ലേ, അതിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുക. രണ്ടാമതായിട്ട് എഡ്ഡി കറണ്ട് ലോസ്. ഇത് കോറിലുണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് കോർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ, അല്ലേ, എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഒരു സോളിഡ് പീസ് കൊണ്ടാണ് നമ്മൾ കോർ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ, ഒറ്റ പീസ് കൊണ്ടാണ് നമ്മൾ കോർ ഉണ്ടാക്കിയതെങ്കിൽ, അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് വൈൻഡിങ്ങിനെ കട്ട് ചെയ്യണേ, അല്ലേ, കണ്ടക്ടറിനെ കട്ട് ചെയ്യുമ്പോൾ അതിലൊരു EMF ഉണ്ടാവും നമ്മൾ പഠിച്ചത്. ഈ കണ്ടക്ടറിനെ കട്ട് ചെയ്യണ അതേ അവസ്ഥയിൽ തന്നെ എന്തിനും കട്ട് ചെയ്യും? ഈ കോറിനെയും കട്ട് ചെയ്യും. അപ്പോൾ ആ കോറിൽ എന്തുണ്ടാവും? ഒരു ചെറിയൊരു EMF ഉണ്ടാവും. ആ EMF എന്ത് ചെയ്യും? ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് അതിലൂടെ ഒരു കറണ്ട് ഒഴുകും. ആ കറണ്ടിനെ നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയും. ആ എഡ്ഡി കറണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കറണ്ടാണ്. അവിടെ നിന്നുണ്ടാക്കും അത് ഹീറ്റ് I²R ലോസ് ഉണ്ടാക്കും. ആ ലോസിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയും. അപ്പോൾ 2 ലോസുകൾ, ഹിസ്റ്റെറിസിസ് ലോസും എഡ്ഡി കറണ്ട് ലോസും കോറിൽ ഉണ്ടാകുന്ന ലോസാണ്. അതുകൊണ്ടാണ് അതിനെ കോർ ലോസ് എന്ന് പറയാനും കാരണം ഈ 2 ലോസും കൂടിയതാണ് എന്ത്? നോ ലോഡ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഇതിൽ ഈ ലോസിനെ ആൾസോ നോൺ ആസ് അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ലോസ് എന്നും പറയും. കോൺസ്റ്റൻറ്റ് ലോസ് നമുക്കറിയാം എന്താണ്? ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ഫ്ലക്സ് നോ ലോഡായാലും ഫുൾ ലോഡായാലും ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ എന്താണ്? ഫുൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഫ്ലക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്? നമ്മൾ നോ ലോഡ് ലോസ് ഡിപ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റൻറ്റ് ലോസ് എന്ന് അതിന് പറയുന്നത്.
അറ്റ് ദി കോർ ഫ്ലക്സ് ഇൻ എ ട്രാൻസ്ഫോമർ റിമെയിൻ പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് അറ്റ് ആൾ ലോഡ്. എല്ലാ ലോഡിലും എന്താണ് ഇതിൻ്റെ ഫ്ലക്സ് പ്രാക്ടിക്കലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദി കോർ ലോസ് ഈസ് ആൾസോ കോൺസ്റ്റൻ്റ്. എല്ലാ ലോഡിലും കോർ ലോസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ കോൺസ്റ്റൻ്റ് ലോസ് എന്നും പേര് പറയും. ഇനി ഈ ലോസ് മിനിമൈസ് ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 2 ലോസാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഹിസ്റ്റീസ് ലോസ്, രണ്ടാമത്തത് എഡ്ഡി കറണ്ട് ലോസ്. ഹിസ്റ്റീസ് ലോസ് മിനിമൈസ് ചെയ്യണമെങ്കിൽ യൂസിങ് പിന്നെ നമ്മൾ പഠിച്ചിരുന്നു ലോ ഹിസ്റ്റീസ് കോഎഫിഷ്യൻ്റ് ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മാർഗം. അതിനെന്താണ്? ബൈ യൂസിങ് സ്റ്റീൽ ഓഫ് ഹൈ സിലിക്കൺ കണ്ടൻറ്റ്. ഹൈ സിലിക്കൺ കണ്ടൻറ്റുള്ള സ്റ്റീൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് മാർഗം. 1 മുതൽ 4% വരെ സ്റ്റീൽ കണ്ടൻറ്റുള്ള സിലിക്കൺ കണ്ടൻറ്റുള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ഉള്ള കോറ് അല്ലേ. അപ്പോൾ സിലിക്കൺ സ്റ്റീലിൻ്റെ ഉള്ള കോറ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹിസ്റ്റീസ് ലോസ് ഇല്ലാതാക്കാനുള്ള മാർഗം. രണ്ടാമത്തേത് ബൈ യൂസിങ് വെരി തിൻ ലാമിനേഷൻ അല്ലേ, ലാമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഡ്ഡി കറണ്ട് ലോസ് ഇല്ലാതാക്കാനുള്ള മാർഗം. ഇത് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ഇനി നമ്മൾ ഇങ്ങനെ കോർ ലോസ് എങ്ങനെയാണ്? ഇൻപുട്ട് പവർ ഓഫ് ട്രാൻസ്ഫോമർ വെൻ നോ ലോഡ്. നോ ലോഡിൽ ഇൻപുട്ടിൽ നമ്മളൊരു വാട്ട് മീറ്റർ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ പവർ അളന്നാൽ അപ്പോൾ കിട്ടുന്ന മെഷേഴ്സ് ദി കോർ ലോസ്. അപ്പോൾ കിട്ടുന്ന ആ വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് എന്തായിരിക്കും? കോർ ലോസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഇനി അടുത്തത് കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസിന് ലോഡ് ലോസ് എന്നും പേര് പറയും, അല്ലെങ്കിൽ I²R ലോസ് എന്നും പേര് പറയും. അതുപോലെ തന്നെ വാരിയബിൾ ലോസ് എന്നും പേര് പറയും. ഈ ലോസ് മെയിൻലി ഡ്യൂ ടു ദി ഓമിക് റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ വൈൻഡിങ്. ഇത് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിലുള്ള ലോസാണ്. വൈൻഡിങ്ങിന് എന്താണ്? നമ്മൾ വളരെ കട്ടി കുറഞ്ഞ പിന്നെ വയറുകൾ കൊണ്ടാണ് കുറേ ചുറ്റുകൾ അല്ലേ, നീളം കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? ഏരിയ കുറവാകുമ്പോഴും നീളം കൂടുമ്പോഴും എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഓമിക് റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാണ് ലോസാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ദി ലോഡ് കറണ്ട് ത്രൂ ദി റെസിസ്റ്റൻസ് ഓഫ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ക്രിയേറ്റ് I²R ലോസ്. ഈ വൈൻഡിങ്ങിന് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാം. അതിലൂടെ ഒരു കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, അവിടെ എന്തുണ്ടാവും? ഒരു I²R ലോസ് ഉണ്ടാവും. കറണ്ട് അതിലൂടെ പോവുകയാണെങ്കിൽ അല്ലേ, നമുക്ക് ഹീറ്റ് ഉണ്ടാവും. I²R T എന്നാണ് അതിന് പറയുക അല്ലേ. I²R T എന്താണ്? ഒരു പിന്നെ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവും. ആ ലോസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കറണ്ട് കടന്നു പോയാൽ അവിടെ എന്ത് ചെയ്യും? വൈൻഡിങ്ങിൽ ക്രിയേറ്റ് I²R ലോസ്. കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് കറണ്ടിൻ്റെ സ്ക്വയർ ആയിട്ടും റെസിസ്റ്റൻസും ഉള്ള ലോസ് അവിടെ ഉണ്ടാവും. ഈ ഹീറ്റപ്പ് ഇങ്ങനെ ലോസ് ഉണ്ടായുള്ള കുഴപ്പം എന്താണ്? ഹീറ്റപ്പ് ദി കോപ്പർ വയറിനെ ഹീറ്റപ്പ് ചെയ്യുമ്പോൾ ആൻഡ് കോസ് വോൾട്ടേജ് ഡ്രോപ്പ്. അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും ചെയ്യും. അതന്നെ എന്ത് ചെയ്യും? ഈ കോപ്പർ വയർ ഹീറ്റാവും ചെയ്യും. ഈ ലോസ് ഈസ് ആൾസോ കാൾഡ് വാരിയബിൾ ലോസ്. കറണ്ട് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇത് കൂടുകയും കുറയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ വാരിയബിൾ ലോസ് എന്നും കോപ്പർ ലോസിനെ പേര് പറയും. ഇനി കോപ്പർ ലോസസ് ആർ മെഷർഡ് ബൈ ദി ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. നമ്മൾ പിന്നെ അയൺ ലോസ് മെഷർ ചെയ്യാനും വേണ്ടി ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞു. കോപ്പർ ലോസ് മെഷർ ചെയ്യാനും വേണ്ടി ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ആ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വാട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ് എത്രയാണോ അത് മുഴുവനായിട്ടും കോപ്പർ ലോസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഇനി നോക്കുക, ദി കോർ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് എ കോൺസ്റ്റൻറ്റ് ലോസ് ഫോർ ആൾ ലോഡ് കണ്ടീഷൻ. കോർ ലോസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഫുൾ വോൾട്ടേജ് കൊടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ വോൾട്ടേജ് കൊടുക്കുമ്പോൾ പിന്നെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോർ ലോസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻറ്റ് ലോസ് ആണ്. ഏത് ലോഡിലാണെങ്കിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കറണ്ടിന് പ്രൊപ്പോർഷണലാണ്. കറണ്ട് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യും? അത് വാരി ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. സ്ക്വയർ ആയിട്ടാണ് മാറുക. കറണ്ടിന് സ്ക്വയർ ആയിട്ടും പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ കോപ്പർ ലോസ് എന്താണ്? വാരിയബിൾ ലോസ് എന്നാണ് നമ്മൾ പറയുക. ആദ്യം തന്നെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. OC ടെസ്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് പെർഫോം ടു ഡിറ്റർമൈൻ ദി നോ ലോഡ് ലോസ് ഓർ കോർ ലോസ്. നോ ലോഡ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് കണ്ടുപിടിക്കാനും വേണ്ടിയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ട്രാൻസ്ഫോമറിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റേറ്റഡ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദി വൺ വൈൻഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോർ ലോസ് കണ്ടുപിടിക്കാനും വേണ്ടി റേറ്റഡ് വോൾട്ടേജ്. എന്തിനാണ് റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നത്? ഫ്ലക്സ് അല്ലേ, മുഴുവൻ ഫ്ലക്സ് ഉണ്ടാവാനും വേണ്ടിയാണ് റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വൈൻഡിങ്ങിൽ എന്ത് ചെയ്യണം?
നമ്മൾ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഇവിടെ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഏത് വൈൻഡിങ്ങിലാണ് അത് ചെയ്യേണ്ടത്? ഹൈ വോൾട്ടേജ് സൈഡിലാണോ നോ വോൾട്ടേജ് സൈഡിലാണോ? നമ്മൾ സാധാരണയായിട്ട് ലോ വോൾട്ടേജ് വൈൻഡിങ് ഫോർ സേഫ്റ്റി റീസൺ. ഫുൾ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്താണ് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിലായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിടൽ ഏതായിരിക്കും? ഈ ഭാഗം ഓപ്പൺ ആക്കിയിടണം. അപ്പോൾ ലോ വോൾട്ടേജ് വൈൻഡിങ്ങിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കണമെങ്കിൽ ഏത് ഭാഗമാണ് ഓപ്പൺ ആക്കിയിടുക? ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. OC ടെസ്റ്റിൽ ഏത് വൈൻഡിങ് ആണ് നമ്മൾ ഓപ്പൺ ആക്കിയിടുക? അപ്പോൾ എന്താണ്? ഹൈ വോൾട്ടേജ് വൈൻഡിങ്സ് ലെഫ്റ്റ് ഓപ്പൺ സർക്യൂട്ട്. ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും സാധാരണയിൽ നമ്മൾ ഓപ്പൺ സർക്യൂട്ടായിട്ട് ഇടുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലേ, എന്താ അപ്പോൾ ഈ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സപ്ലൈ കൊടുക്കാം, ഓപ്പൺ ആക്കിയിടാം. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഓപ്പൺ ആക്കിയിടൽ ഹൈ വോൾട്ടേജ് സൈഡാണ്, ലോ വോൾട്ടേജ് സൈഡിലേക്ക് സപ്ലൈ കൊടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഈസി ടു പ്രൊവൈഡ് സപ്ലൈ ടു ലോ വോൾട്ടേജ് സൈഡ്. ലോ വോൾട്ടേജ് സൈഡിലേക്കുള്ള സപ്ലൈ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 240/3300 വോൾട്ട് ഉള്ളൊരു ട്രാൻസ്ഫോമറാണെന്ന് വിചാരിക്കുക. 240 വോൾട്ടാണോ നമുക്ക് ഏറ്റവും പിന്നെ ഈസി ആയിട്ട് അവൈലബിൾ ആയത്, അല്ലെങ്കിൽ 3300 വോൾട്ടാണോ ഈസി ആയിട്ട് നമുക്ക് 240 വോൾട്ടാണ് അവൈലബിൾ ആവുക. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണ്? ലോ റേഞ്ച് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഓൺലി നീഡഡ്. നമ്മൾ 240 വോൾട്ടേജിൻ്റെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചാൽ മതി. ഏത് ഭാഗം എടുക്കുകയാണെങ്കിൽ? ലോ വോൾട്ടേജ് സൈഡ് എടുക്കുകയാണെങ്കിൽ. ഹൈ വോൾട്ടേജ് 3300 വോൾട്ട് ഒരു ഉദാഹരണം, 3300 വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അത്രയും വോൾട്ടേജിനുള്ള എന്ത് ചെയ്യണം? മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലോ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുക. ഹൈ വോൾട്ടേജ് സൈഡ് എന്ത് ചെയ്യും? ഓപ്പൺ ആക്കിയിടും. ഇനി ഇങ്ങനെ നമ്മൾ സപ്ലൈ ഇത് നോക്കുക. സപ്ലൈ ഇതാണ് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ലോ വോൾട്ടേജ് സൈഡിൽ സപ്ലൈ കൊടുക്കാൻ അവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. പിന്നെ ഒരു വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ സീരീസ് ആയിട്ടും പ്രഷർ കോയിൽ പാരലായിട്ടുമാണ് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു. MLCV അങ്ങനെ പഠിച്ചിരുന്നു. പിന്നെ ഒരു അമ്മീറ്റർ സീരീസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ. ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിടും. ഇതാണ് അതിൻ്റെ കണക്ഷൻ. എന്നിട്ട് നമ്മൾ ഫുൾ വോൾട്ടേജ് ഇവിടെ, അതാണ് റേറ്റഡ് വോൾട്ടേജ് എത്രയാണോ 240 ആണ്, 240 വോൾട്ടേജും ഇവിടെ അപ്ലൈ ചെയ്യുക. ആ സമയത്ത് ഇതിവിടെ ഉണ്ടാവുന്ന വാട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് നമ്മൾ അയൺ ലോസ് ആയിട്ടാണ് കണക്കാക്കുക. ദ ഇൻപുട്ട് പവർ സപ്ലൈസ് ട്രാൻസ്ഫോമർ റെഫറൻസ് മെയിൻലി കോർ ലോസ്. ഇൻപുട്ട് പവർ എന്താണ്? മെയിനായിട്ടും കോർ ലോസേ ഉണ്ടാവുള്ളൂ. വളരെ ചെറിയ കറണ്ടേ ഉണ്ടാവുള്ളൂ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇത് ഇങ്ങനെ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് വളരെ കുറഞ്ഞ കറണ്ടേ ഉണ്ടാവുള്ളൂ അല്ലേ. I0 എന്ന് പറഞ്ഞ കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. I0 എന്ന് പറഞ്ഞ കറണ്ട് എന്താണ്? വളരെ കുറവായിരിക്കും. എന്താണ്? പിന്നെ 5% താഴെ, ഫുൾ ലോഡ് കറണ്ടിൻ്റെ 5% താഴെയുള്ളൊരു കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്? കോർ ലോസ് ആക്കിയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. പിന്നെ വളരെ കുറഞ്ഞൊരു എന്തുണ്ടാവും? കോപ്പർ ലോസ് ഉണ്ടാവും. ചെറിയൊരു കറണ്ട് ഉള്ളതുകൊണ്ട് കറണ്ട് ഉണ്ടെങ്കിൽ അവിടെ I2R ലോസ് ഉണ്ടാവും. അതിനെയാണ് കോപ്പർ ലോസ് എന്ന് പറയുക. അത് നമ്മൾ എന്ത് ചെയ്യും? ഈ ടെസ്റ്റിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. നമ്മൾ ചെറിയതായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് അത് മുഴുവനായിട്ടും കോർ ലോസ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ പിന്നെ ഇതിന് കൊടുക്കുന്ന ഫ്രീക്വൻസി അല്ലേ, ഇതിൽ എത്ര ഫ്രീക്വൻസിൻ്റെ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഷുഡ് ബി ഈക്വൽ ടു ദ റേറ്റഡ് ഫ്രീക്വൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതേ 50 ഹെർട്സ് ആണ് സാധാരണ ഉണ്ടാകുക. അപ്പോൾ 50 ഹെർട്സ് ആണെങ്കിൽ 50 ഹെർട്സിൻ്റെ സപ്ലൈ തന്നെ കൊടുക്കണം. 60 ഹെർട്സ് ആണെങ്കിൽ 60 ഹെർട്സിൻ്റെ സപ്ലൈ കൊടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇനി കോർ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? ഏത് സൈഡിൽ വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ലോ വോൾട്ടേജ് സൈഡിലും ഹൈ വോൾട്ടേജ് സൈഡിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ലോ വോൾട്ടേജ് വെച്ചിട്ടാണ് ചെയ്യുക. ഹൈ വോൾട്ടേജ് ആണ് ഓപ്പൺ ആക്കിയിടുക. ഏത് സൈഡിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു 3300/240 വോൾട്ടേജിൻ്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ 240 വോൾട്ടേജാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയത്. അപ്പോൾ അവിടെ വെച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ്? കോർ ലോസ് ഏത് സൈഡിൽ ചെയ്താലും ഈക്വൽ ആയിരിക്കും. കോർ ലോസ് ഇപ്പോൾ 3300 വോൾട്ടേജിൻ്റെ സൈഡിലാണെങ്കിലും 240 വോൾട്ടേജ് സൈഡിലാണെങ്കിലും നമുക്ക് ഈക്വൽ കോർ ലോസ് ആയിരിക്കും കിട്ടുക. അതിൻ്റെ കാരണം എന്താണ്? 240 വോൾട്ടേജിൻ്റെ സൈഡിലാവുമ്പോൾ നമുക്ക് എന്താണ്? അവിടെ വൈൻഡിങ്ങിൻ്റെ എണ്ണം അല്ലെ, ചുറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. എന്തിനെ അപേക്ഷിച്ച് ഹൈ വോൾട്ടേജ് സൈഡിനേക്കാൾ ലോ വോൾട്ടേജ് സൈഡിൽ വൈൻഡിങ്ങിൻ്റെ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? പ്രൈമറിയിലായാലും സെക്കൻഡറിയിലായാലും വോൾട്ട് പെർ ടേൺ, ഒരു ടേണിലുണ്ടാണ് വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ആണ് ഇവിടെ ഹൈ വോൾട്ടേജ് കിട്ടുന്നത്. ചുറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ ലോ വോൾട്ടേജ് ആവും. അപ്പോൾ
ഒരു ടേണിലുണ്ടാകുന്ന വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് ഉണ്ടാകുന്ന സെയിം ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫ്ലക്സ് കോറിലുണ്ടാകുന്ന അല്ലേ മാക്സിമം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും സെയിം ആയതുകൊണ്ടാണല്ലോ എന്താണത് ഒരു ടേണിലുണ്ടാകുന്ന വോൾട്ടേജ് രണ്ട് ഭാഗത്തും സെയിം ആണത്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും മാക്സിമം ഫ്ലക്സ് സെയിം ആയതുകൊണ്ട് തന്നെ കോർ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്ലക്സിനെയാണ് നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് ഏത് സൈഡിലായാലും സെയിം ആണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിനാണ് ലോ വോൾട്ടേജ് സൈഡിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് സൈഡ് എന്ത് ചെയ്യും ഓപ്പൺ ആക്കിയിടുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്താണ് നമ്മൾ പറഞ്ഞു ഇവിടെ ചെറിയൊരു കോപ്പർ ലോസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണേ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അത് മുഴുവനായിട്ടും അയൺ ലോസ് ആക്കിയിട്ട് നമ്മൾ കണ്ടതായിരുന്നു. എന്നാൽ ആക്ച്വൽ അയൺ ലോസ് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിലുള്ള അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല അല്ലേ. ആക്ച്വൽ ആയിട്ടും ഇവിടെ ചെറിയൊരു കോപ്പർ ലോസ് ഉണ്ടല്ലോ, ആ കോപ്പർ ലോസും കഴിച്ചിട്ട് എത്ര എക്സാക്റ്റ് അയൺ ലോസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ? അയൺ ലോസ് WI അയൺ ലോസ് എന്നുള്ളതിൻ്റെ ഐ WI കാണാൻ W0 നോ ലോഡ് ലോസ് മൈനസ് അല്ലേ നോ ലോഡ് ലോസ് എവിടെ നിന്നാണ് കിട്ടിയേ വാട്ട് മീറ്റർ അല്ലേ വാട്ട് മീറ്ററിൽ കിട്ടിയ റീഡിങ് മൈനസ് നോ ലോഡ് കോപ്പർ ലോസ്. എങ്ങനെയാണ് നോ ലോഡ് കോപ്പർ ലോസ് കാണുക? I²R ഇവിടെ നമ്മൾ അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്, അവിടെ I² നമുക്ക് കിട്ടും, R നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് W0 മൈനസ് I0² എന്നാണ് നോ ലോഡ് കറണ്ട് സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. ഇത് കണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആക്ച്വൽ കോപ്പർ ലോസ് എത്രയെന്ന് കാണാം. W0 എന്ന വാട്ട് മീറ്റർ റീഡിംഗ് ആണ്. നമ്മൾ പറഞ്ഞു നോ ലോഡ് കോപ്പർ ലോസ് I0²R എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മീറ്ററിൽ എത്ര റീഡിങ് കിട്ടണോ അതാണ് I0. അപ്പോൾ I0 കാണാം, റെസിസ്റ്റൻസ് നമുക്ക് ഇത് പിന്നെ ഈ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പം അത് I²R കണ്ടാൽ കോപ്പർ ലോസ് കിട്ടും. ആ കോപ്പർ ലോസിൽ നിന്ന് കുറച്ചാൽ ഇവിടെ കിട്ടിയ ഇതിൽ നിന്നും കോപ്പർ ലോസ് കുറക്കുന്നത് എത്രയാണോ അതാണ് നമുക്ക് അയൺ ലോസ് ആക്ച്വലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ സാധാരണ ചെയ്യൽ എന്തായിരിക്കും വളരെ കുറവാണ് കോപ്പർ ലോസ് എന്നുള്ളത് കൊണ്ട് ഇതിൽ കിട്ടുന്നത് മുഴുവനായിട്ടും നമ്മൾ അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് ആയിട്ട് പരിഗണിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വളരെ എക്സാക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അയൺ ലോസ് കാണാൻ എന്താണ് വാട്ട് മീറ്റർ റീഡിങ് മൈനസ് കോപ്പർ ലോസ് കണ്ടാൽ മതി. കോപ്പർ ലോസ് കാണാൻ I²R. ഇനി അടുത്തത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റാണ് അല്ലേ. ട്രാൻസ്ഫോമറിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫോമർ ഇക്വലൻ്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആൻഡ് കോപ്പർ ലോസ്. ഇക്വലൻ്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സിനെ പറ്റി കാണാനും അതുപോലെ തന്നെ കോപ്പർ ലോസ് കാണാനും. ഇക്വലൻ്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് കാണുന്നത് നിങ്ങൾ ഇനി മുതിർന്ന ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ കോപ്പർ ലോസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ നോക്കുക, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നേരത്തെ കൊടുത്തതുപോലെ തന്നെ. ഇവിടെ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിൽ എന്താണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്തിനാണെന്ന് വെച്ചാൽ വളരെ ലോ വോൾട്ടേജ് ഇതിൽ കൊടുക്കേണ്ടത് നമുക്ക്. ലോ വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും ഇവിടെ ഷോർട്ട് ആക്കിയത് കൊണ്ട് എന്താണ് ഇവിടെ വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ 5% താഴെ വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്യും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് എന്താണ് കറണ്ട് ഫുൾ ലോഡ് കറണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. റേറ്റഡ് കറണ്ട് എത്രയാണോ ആ റേറ്റഡ് കറണ്ടാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. ആ റേറ്റഡ് കറണ്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു വോൾട്ടേജ് ഇവിടെ കൊടുത്താൽ മതിയാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചത്. അല്ലാത്ത കണക്ഷനൊക്കെ നേരത്തെ കൊടുത്തതുപോലെ തന്നെയാണ്. എന്താണ് ഇത് എമ്മും എല്ലും സീരീസ് ആയിട്ടും CV അല്ലേ പ്രഷർ കോയിലും കറണ്ട് കോയിൽ സീരീസ് ആയിട്ടും പ്രഷർ കോയിൽ പാരലായിട്ടും കൊടുത്തത്. ഇത് വാട്ട് മീറ്ററാണ്. പിന്നെ അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്. നേരത്തെ കൊടുത്ത അതേ തന്നെയാണ്. പിന്നെ എന്താണ് ഇവിടെ ഷോർട്ട് അല്ലേ ഈ ഭാഗം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗമാണ് ഇവിടെ ഷോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുക. എന്താണ് ഏത് ഭാഗം ഷോർട്ട് ചെയ്യാം. നമ്മളെന്താണ് സാധാരണ നമ്മൾ ചെയ്യുക ലോ വോൾട്ടേജ് സൈഡാണ് എന്ത് ചെയ്യുക ഷോർട്ട് സർക്യൂട്ടിൽ ഷോർട്ട് ചെയ്യുക. ലോ വോൾട്ടേജ് സൈഡാണ് ട്രാൻസ്ഫോമറിൻ്റെ ലോ വോൾട്ടേജ് സൈഡാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. എന്തുപയോഗിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിക്കുക തിക്ക് കണ്ടക്ടർ ഒരു കട്ടി കൂടിയ ഒരു വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു അമ്മീറ്റർ ഇവിടെ കൊടുത്തതുപോലെ ഒരു അമ്മീറ്റർ കൊടുത്തിട്ട് അമ്മീറ്റർ എത്രയാണോ സെക്കൻഡറി പിന്നെ ലോ വോൾട്ടേജ് സൈഡിലെ കറണ്ട് എത്രയാണോ ലോ വോൾട്ടേജ് സൈഡിലായിരിക്കും കൂടുതൽ കറണ്ട് ഉണ്ടാകുക. അപ്പോൾ എന്താണ് ലോ വോൾട്ടേജ് സൈഡിലെ കറണ്ട് എത്രയാണോ അതിനെ പറ്റിയ അമ്മീറ്റർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഒരു പർപ്പസും കൂടി ചെയ്യും. എന്താണ് ലോഡ് കറണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ഇതിൽ കാണിച്ചു തരും കൂടി അമ്മീറ്റർ കൊടുത്താൽ ചെയ്യും. അങ്ങനെ നമുക്ക് ഷോർട്ട് ചെയ്യാം. അപ്പോൾ
ലോ വോൾട്ടേജ് സൈഡാണ് നമ്മൾ ഷോർട്ട് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് സൈഡിൽ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ കറണ്ട് കുറവാകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ എന്താണ് അല്ലേ, ചെറിയ കറണ്ട് ആയതുകൊണ്ട് അതിന് പറ്റിയ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ലോ വോൾട്ടേജ് സൈഡിൽ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് ചെയ്യണത് എന്തായിരിക്കും, ലോ വോൾട്ടേജ് സൈഡിൽ ഷോർട്ട് ചെയ്യണത് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് എവിടെ ആയിരിക്കും, ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും. അപ്പോൾ SC ടെസ്റ്റിൽ അല്ലേ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന ഏത് ഭാഗമായിരിക്കും, ലോ വോൾട്ടേജ് സൈഡായിരിക്കും. ഇനി എന്താണ്, റെഡ്യൂസ്ഡ് വോൾട്ടേജ് ഓൺ ദ ഹൈ വോൾട്ടേജ് സൈഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ സച്ച് ദാറ്റ് ദ റേറ്റഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ദി അമ്മീറ്റർ. ചെറിയൊരു കറണ്ട് വോൾട്ടേജ് ഇവിടെ കൊടുക്കുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, റേറ്റഡ് കറണ്ട് കിട്ടുന്ന രീതിയിൽ ഒരു വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യാം. റേറ്റഡ് കറണ്ട് ഇവിടെ ഷോർട്ട് ആയതുകൊണ്ട് എന്താണ്, വളരെ കുറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞു 5% താഴെ വോൾട്ടേജ് കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, റേറ്റഡ് കറണ്ട്. ഇവിടെ ഓർക്കേണ്ടത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ റേറ്റഡ് കറണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഓർമ്മ വേണം. അതാണ് I²R ഫുൾ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ലോസ് കിട്ടും എന്നുള്ളത് നമ്മൾ ഫുൾ ലോഡിലുള്ള ഇവിടെ ഷോർട്ടാക്കിയിട്ട് എന്താണ് ഫുൾ ലോഡിൽ എത്ര കറണ്ട് എടുക്കുമോ ആ കറണ്ട് മുഴുവൻ കൊടുത്തിട്ടാണ് നമ്മൾ. അപ്പോൾ എന്താണ്, കറണ്ടിനെയാണ് കോപ്പർ ലോസ് ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കറണ്ട് എന്താണ്, ഇനി വിത്ത് പ്രൈമറി വോൾട്ടേജ് ഗ്രേറ്റ്ലി അതിനെ എവിടെയാണ് വളരെ കുറഞ്ഞ വോൾട്ടേജ് നമ്മൾ കൊടുക്കണുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ചെയ്യും, ഫ്ലക്സ് എന്ത് ചെയ്യും, വളരെ കുറച്ച് ഫ്ലക്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഫ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലക്സാണ് എന്തിനെ, കോർ ലോസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇവിടെ പ്രാക്ടിക്കലി 0 എന്നുള്ള നിലക്കാണ് നമ്മൾ എടുക്കുക. അപ്പോൾ എന്താണ്, കോർ ലോസ് ഇവിടെ കിട്ടണേ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഫുൾ കറണ്ട് കൊടുത്തു, വളരെ കുറഞ്ഞ വോൾട്ടേജ് ഉള്ളൂ. വളരെ കുറഞ്ഞ വോൾട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഫ്ലക്സേ ഉണ്ടാവുള്ളൂ. ആ വളരെ കുറഞ്ഞ ഫ്ലക്സ് ആയതുകൊണ്ട് ഫ്ലക്സാണ് കോർ ലോസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് അല്ലേ, വോൾട്ടേജാണ് അല്ലെങ്കിൽ ഫ്ലക്സാണ് കോർ ലോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ വാട്ട് മീറ്ററിൽ കിട്ടണേ അല്ലേ റീഡിങ് മുഴുവനായിട്ടും നമ്മൾ എന്ത് ചെയ്യും, കോപ്പർ ലോസ് ആക്കിയിട്ട് നമ്മൾ വാട്ട് മീറ്റർ യൂസ് ടു മെഷർ ദ ഇൻപുട്ട് പവർ അല്ലേ, ഈ പവർ ഇൻപുട്ടിലുള്ള പവർ മെഷർ ചെയ്യും. ഇൻഡിക്കേറ്റ് ദി കോപ്പർ ലോസ് ഓൺലി, കോപ്പർ ലോസ് മാത്രമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ SC ടെസ്റ്റിൽ നമ്മൾ വാട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിങ് നമ്മൾ കോപ്പർ ലോസ് ആക്കിയിട്ട് കണക്കാക്കും. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ SC ടെസ്റ്റും OC ടെസ്റ്റും വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ട്രാൻസ്ഫോമർ റേറ്റിംഗ് അല്ലേ, നമ്മൾ മോട്ടറിൻ്റെ അല്ലേ HP-യിലാണ് പറയുക അല്ലേ, അല്ലെങ്കിൽ KW കിലോ വാട്ടിൽ. അതിനെ HP-നെ കിലോ വാട്ടിലൊക്കെ ആക്കാനുള്ള മാർഗ്ഗമൊക്കെ നമുക്കറിയാം. അപ്പോൾ 745 അല്ലെങ്കിൽ 736.5 ഗുണിച്ചിട്ട് നമുക്ക് ആക്കാം. അതേപോലെ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിങ്ങിൽ അല്ലേ HP-യിലാണോ അല്ലെങ്കിൽ KW-യിലാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ, അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയാം. ട്രാൻസ്ഫോമർ ഈസ് റേറ്റഡ് ഇൻ KVA, കിലോ വോൾട്ട് ആംപിയറിലാണ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുക അല്ല. ആൻഡ് നോട്ട് KW-യിലല്ല എന്ന് പറഞ്ഞാൽ കിലോ വാട്ടിലല്ല, കിലോ വോൾട്ട് ആംപിയറിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുക. ഇതുപോലെ തന്നെ ആൾട്ടർനേറ്ററിൻ്റെ റേറ്റിംഗും നമ്മളെന്താണ് പിന്നെ KVA-യിലാണ് പറയുക. അപ്പോൾ എന്താണ് നമ്മൾ ഓർക്കുക, KW-യിലല്ല ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുക, KVA-യിലാണ്, കിലോ വോൾട്ട് ആംപിയറിലാണ് പറയുക, കിലോ വോൾട്ടിലല്ല, കിലോ വാട്ടിലല്ല പറയുക, കിലോ വോൾട്ട് ആംപിയറിലാണ് പറയുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയൺ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ പറഞ്ഞത്, വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. എന്നാൽ കോപ്പർ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടിനെയാണ്. ഇവിടെ എന്താണ് ലോസുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജിനെയും കറണ്ടിനെയും മാത്രമാണ്. എന്തിനു ഡിപ്പെൻഡ് ചെയ്യണില്ല, നോട്ട് ഓൺ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഫേസ് ആംഗിളിനെ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ അല്ലേ. ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. എന്തിനാണ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ, വോൾട്ട് ആംപിയറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമർ ലോസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോഡ് പവർ ഫാക്ടറിനെ ഇൻഡിപെൻഡൻ്റ് ആണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതുകൊണ്ടാണ് എന്ത് ഹെൻസ് റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ഇൻ KVA ആൻഡ് നോട്ട് ഇൻ KW. KW എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടറും കൂടി വരുന്നതാണ് അല്ലേ. വാട്ട് എന്ന് പറയുമ്പോൾ, കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഈ പിന്നെ VA ഇൻറ്റു പവർ ഫാക്ടറാണ്. അപ്പോൾ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ VA-യിൽ മാത്രമാണ്. വോൾട്ട് ആംപിയർ എന്ന് പറഞ്ഞാൽ കിലോ വോൾട്ട് ആംപിയർ കൂടുതലാകുമ്പോൾ കിലോ വോൾട്ട് ആംപിയർ KVA-യിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയാമെന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൻ്റെ കാരണമാണ് എന്ത്, അയൺ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്ന വോൾട്ടേജിനെയും കോപ്പർ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കറണ്ടിനെയാണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ
പിന്നെ റേറ്റിംഗ് KVAയിൽ പറയണമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ആദ്യം തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് അല്ലെ, ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുന്ന ലോസസ് ഏതൊക്കെയെന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഫസ്റ്റിൽ തന്നെ 2 ലോസസ് ആണ്, അയൺ ലോസും കോപ്പർ ലോസും. അയൺ ലോസ് കണ്ടുപിടിക്കാൻ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് അതും എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ എന്താണ് റേറ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ KVAയിലാണ് പറയാന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സിൽ എഫിഷ്യൻസി, ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസും അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷനും ആണ് പറയുക. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പിന്നെ പഠിക്കുക. നിർബന്ധമായിട്ടും കുറേ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പോർഷനും കൂടിയാണ്. എല്ലാവർക്കും നന്ദി.